ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കുറേ നാളത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, QA ചെയ്യോ. അപ്പോൾ നമ്മൾ ഇന്ന് അത് തീർക്കാനുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഇത്രയ്ക്ക് ലാഗ് ആയത്. അപ്പോൾ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കാനൊരു നല്ല സ്ഥലം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്ന സംഭവട്ടെ നമ്മളെ ക്യാമറമാന് ഇതുമ്പാടല്ലെങ്കിൽ പെട്ടീന്. അപ്പോൾ അമ്മമ്മ റെഡി അല്ലേ? ഒരു ചോദിച്ച ചോദ്യത്തിനൊക്കെ ആൻസർ പറയാന് അല്ലേ? ഇങ്ങോട്ട് ക്യാമറക്ക് നോക്കി പറയും. ആ സെറ്റാണ് കേട്ടോ. എല്ലാ ചോദ്യത്തിനും ആൻസർ പറയുന്ന ഉമ്മ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സംഭവം തുടങ്ങാം. ആ സ്റ്റൂൾ എടുക്കാം, സ്റ്റാൻഡ് വെക്കണ്ടേ, പൊന്തിക്കണ്ടേ. നമ്മൊരു ടവൽ എന്തെങ്കിലും ഉണ്ടോ? ടവൽ എടുത്താൽ ഇതിങ്ങനെ ഡയറക്റ്റ് ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തുണിക്കണ്ടോ? വേണ്ട, ഒരു കയറ് ഇതാക്കുന്നുണ്ട്. പിടിച്ചോ? ഓക്കെ ആണോ? ആ ഇനി ഒന്ന് പോയി ഇരുന്നാണി. എല്ലാരും അയിമക്ക് നോക്കിട്ട് തന്നെ ഉമ്മ ബുക്കിൽ നോക്കിയിട്ട് സാധനം പറയും. ആൻസർ തുടങ്ങാണ്. വെള്ളിയാഴ്ച ലൈവിൽ വരാൻ പറ്റുമോ? വെള്ളിയാഴ്ച ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് ലൈവ് പറഞ്ഞാൽ എന്തറിയോ ഉമ്മ ഉറക്ക പറയാട്ടോ, എനിക്ക് കേൾക്കൂല. അതായത് ഒരാള് ചോദിച്ചതാണ് വെള്ളിയാഴ്ച ലൈവില് വരാൻ പറ്റുമെന്ന്. വെള്ളിയാഴ്ച ലൈവില് വരാനൊക്കെ ഞങ്ങൾക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഓൾറെഡി എന്താ പണിക്ക് പോണോണ്ട് ടൈം കിട്ടണില്ല. അതുകൊണ്ടാണ് ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ലൈവ് ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉണ്ടാവും. പണിയൊക്കെ ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഉപ്പ എവിടെ? അപ്പൊ കഴിച്ച് എല്ലാരും ഡൗട്ടാണ് ഞങ്ങളെ ഉപ്പയുടെ എല്ലാ വീഡിയോസും ഞങ്ങൾ തുടക്കം തൊട്ട് വീഡിയോ ഇട്ടപ്പോ തൊട്ട് നമുക്ക് ഇങ്ങനെ വരുന്നതാണ്. നിങ്ങളെ ഉപ്പയുടെയാണ് പറഞ്ഞോടി. ആ പറഞ്ഞു കൊടുക്കി. ഒഴിവാക്കി പോയി. ആ ഞങ്ങളെ ഉപ്പ ഞങ്ങളെ ചെറുപ്പത്തില് ഒഴിവാക്കി പോയതാണ്. എങ്ങനെ ചെറിയ കുട്ടികളതിനെ കാലത്ത് ഒഴിവാക്കി പോയതാണ്. ഓന് പണിക്കൊന്നും പോകൂല. ഞാൻ ഓന് തിന്നാൻ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇങ്ങാണ്ട് ഓന് ബുദ്ധിമുട്ടായി പോകും. അപ്പൊ അതാണ് സംഭവം. എങ്ങനെ ഇനിയിപ്പോ ആ ഒരു ചോദ്യം ചോദിക്കല് ഇങ്ങനെ ചോദിക്കണോണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് എത്ര എഴുതിട്ട് ഈ മറുപടി പറയണത് അയാൾക്ക് ഞങ്ങൾ വേണ്ടാത്തോണ്ട് അയാൾ പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അയാളെ പറ്റി ചോദിക്കണോണ്ട് ഒരാൾ പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അത് പോയി നമ്മളെ വേണ്ടാത്തവർക്ക് ഞമ്മക്കും വേണ്ട പോലെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഈ കാണുന്ന ഞങ്ങൾ ഈ 4 ആൾക്കാർ ഇതന്നെ ഉള്ളു. ഞങ്ങള് മക്കളുണ്ട്. വീട് എവിടെ? വീട് ഞങ്ങളിത് വരുന്നത് മലപ്പുറം ജില്ലയില് നിലമ്പൂര് പോത്തുകല്ല് മുണ്ടേരി. ഉപ്പട അറിയുന്ന ഒരു സ്ഥലം, ഉപ്പട ചാത്തമുണ്ടയിലാണ് സ്ഥലം വരുന്നത്. ഞാൻ അടുത്ത ചോദ്യം കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും കുട്ടികളുടെ പേരെന്താണ്? അതായത് ഞങ്ങളെ 2 ആൾക്കാരുടെ പേര്, ഇന്റെ പേരിട്ട കാര്യമൊന്നും പറയണ്ട. ഒരു ആരോ ഒരു പേരിട്ടു. പേര് പറഞ്ഞുതരാം. ഇന്റെ പേര് ഫസലു റഹ്മാൻ. എന്റെ പേര് എന്താ? എന്റെ പേര് ഫസൽ സുബ്ഹാൻ എന്നാണ്. പക്ഷെ അതെന്താടി SSLC ടീച്ചർമാര് എഴുതിയോണ്ട് ഫസലുൽ സുബ്ഹാൻ എന്നാക്കി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ഇപ്പൊ എന്റെ എല്ലാത്തിലും ഫസലുൽ സുബ്ഹാൻ എന്നാണ്. ഇതിപ്പോ എന്താ അറിയോ, ഞങ്ങൾ എങ്ങടെയൊക്കെ പോയി കഴിഞ്ഞാ ഫസൽ എവിടെ ചോദിച്ചു കഴിഞ്ഞാല് ഞാനും വരും ഓനും വരും. ഫസല വിളിച്ചു 2 ആളും തിരിഞ്ഞു നോക്കും. മോനുട്ടനും അതിനും പരിയിൽ വിളിക്കണ പേരില്ലേ, അതൊക്കെ ഷോപ്പിൽ വിളിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത ചോദ്യം. 3 മക്കളാണോ? 3 മക്കളല്ല. അത് അന്ന് ഒരു വീഡിയോസിന്റെ ഒരു കമന്റ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ കമ്പനിക്കാരനാണ്. ഞങ്ങളെ വീഡിയോസ് ഒക്കെ എടുത്തു തരാൻ വേണ്ടിട്ട് മുന്നാന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഓൻ ഞങ്ങളെ വീഡിയോസിന് എല്ലാത്തിനും വരലുണ്ട്. അപ്പൊ ഓനെ അതിൽ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നത്. അപ്പൊ ഞങ്ങള് 2 മക്കളാണ്. മറ്റോ ക്യാമറമാനാണ് കേട്ടോ. ഞങ്ങളെ വീഡിയോസിന് എല്ലാത്തിനും ക്യാമറയിൽ ഉണ്ടാവുക. വിറകിന്റെ അടുത്ത് പാമ്പുണ്ടോ? വിറകിന്റെ അടുത്ത് പാമ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാ എങ്ങനെ, അടുക്കളയിലാണോ അതോ മുറ്റത്താണോ? പാമ്പില്ല എന്നില്ല. പാമ്പൊക്കെ ഉണ്ട്. അതായത് പെരമ്മക്കൂടി ചുറ്റുവട്ടത്തോടൊക്കെ പാമ്പുകൾ ഉണ്ടാവും. കാരണം ഒന്നാമത് കുന്നിന്റെ ഏരിയയാണ്. പിന്നെ ഫുള്ള് റബ്ബറാണ്. പിന്നെ തേക്കാത്ത വീടായോണ്ട് ഏറെ ഉണ്ട്. എന്താ ചോരിപ്പാമ്പ് എപ്പോഴും കിട്ടാനുണ്ടാവും. ആഴ്ചയിൽ എന്തായാലും 1-2 എന്തായാലും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. വീട് വൃത്തിയാക്കി ഒതുക്കി അടുക്കി പൊറുക്കി വെച്ചുകൂടെ? കണ്ടിട്ട് എന്തോ പോലെ അന്ന് ആ മരമൊക്കെ പറഞ്ഞ ഈ വീട് വൃത്തിയാക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഒന്നാമത് ഞങ്ങൾ എപ്പോഴാണ് പോയിച്ചാല് രാവിലെ 9 മണിക്ക് ഇവിടുന്ന് പോകും. 9 മണിക്ക് പോയിട്ട് രാത്രി ഒരു 10 മണിക്കാണ് ഞങ്ങൾ കയറി വരുന്നത്. ഒരാഴ്ചയിൽ ഒരു ലീവ് തന്നെ ഞങ്ങൾക്ക് നേരെ ചൊവ്വ അങ്ങനെ കിട്ടലൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഉള്ളത് ഉമ്മയും വല്യമ്മയാണ് ഇവിടെ ഉള്ളത്.
പോലെ കൊണ്ട് രണ്ടാളെ കൊണ്ട് എന്തായാലും ഒറ്റക്ക് പറ്റൂല. പിന്നെ ഞാനും പറയട്ടെ, അന്ന് നമ്മള് ബിരിയാണി വെച്ച് ആ ഇതിൽ ആകെ അലങ്കോലായി കിടക്കണ ഇതാണ്. കാരണം വെച്ചാൽ അന്ന് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് 2 മരമാണ് നമ്മളെ പെരന്റെ സൈഡിൽ കൂടെ വീണത്. അന്ന് ഞങ്ങൾ തന്നെ അറിഞ്ഞില്ല. ഞങ്ങൾ ചോറൊക്കെ ആക്കി കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ആക്കി. അപ്പോൾ ഓല് പറഞ്ഞു ഇന്ന് ഞങ്ങൾ പോണില്ല അമ്മ പറഞ്ഞു. അന്ന് ഇവിടെ വിറക് മുറിച്ചാൽ പണിക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാ പോണില്ലെങ്കിൽ നമുക്കൊന്ന് ബിരിയാണി വെക്കാറിട്ട് ഓലയും കൊണ്ട് പോയി എളുപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്. ഓൽക്ക് എപ്പോഴും ലീവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓലെ കിട്ടിയപ്പോൾ ഞങ്ങൾ എളുപ്പം തകൃതിയിൽ ബിരിയാണി വെച്ചതാണ്. പണികളൊക്കെ പിന്നെ എടുക്കാന്ന് എഴുതിങ്ങാണ്ട് അങ്ങനെ ആക്കി. അതുകൊണ്ടാണ് അത്ര അലങ്കോലൊക്കെ നിങ്ങൾക്ക് തോന്നിയത്. അത് ഏകദേശം എന്നാലടിയോ നമ്മളന്നാ ചൂരൽമലയിലും വയനാട് ചൂരൽമലയിലും ഉരുളോട്ടില്ലേ, ഏകദേശം ആ ഒരു ടൈമിലാണ്. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പെരപ്പണി തുടങ്ങി. എല്ലാത്തിനും ഇവര് പോയാൽ ഞാനും ഉമ്മയുണ്ട്. എല്ലാത്തിനും അങ്ങോട്ടും ഓടാനും ഇങ്ങോട്ടും ഓടാനും അല്ലാതെ ടൈമും ഇല്ല. പിന്നെ അതിനെയാണ് അങ്ങോട്ട്. ഞങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കണ തന്നെ ഞങ്ങൾ രണ്ടാളൊന്ന് ലീവാക്കി. എനിക്കൊന്ന് ലീവല്ല, എന്നാലും ഇത് കഴിഞ്ഞിട്ട് ഇനി ഷോപ്പിൽ പോകാനുള്ള രീതിയിലാണ്. ഇനിയിപ്പോ രാവിലെ, അതായത് ഞങ്ങൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ എങ്ങനെ വീഡിയോ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് നീച്ചും. 6 മണിക്ക് നീച്ചിട്ട് ഷോപ്പ് ഒരു 9 മണിന്റെ ഉള്ളിൽ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ രാത്രി ഒന്ന് എഡിറ്റ് ചെയ്യും. ഇതാണ് പരിപാടി. അല്ല ഇതിനായിട്ട് ഒരു വേറെ ലീവും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഇങ്ങനെ ചെയ്യും, അങ്ങനെ എടുക്കും. ഞാൻ അടുത്ത ഡെയിലി വീഡിയോ ഇടുമോ? ഡെയിലി വീഡിയോ ഇടുമോ? ഇതന്നെയാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഓൾറെഡി വേറെ പണിയുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഡെയിലി വീഡിയോ ഇടാനൊന്നും കിട്ടണില്ല, ടൈം ഇട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അതാണ് പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ വരുമാനമോ ഇതുവരെ വരുമാനം കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം തുടങ്ങി വരുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു ഗൈസ് കമ്മിറ്റഡ്? അതായത് ഇംഗ്ലീഷ് മലയാളം പറഞ്ഞാൽ മതി. അതായത് ഞങ്ങൾ രണ്ടാളും കമ്മിറ്റഡ് ആണോ എന്ന്. ഇജ് എന്താ വെച്ചാൽ എന്റെ പറ. കമ്മിറ്റഡ് ആണ് ഗൈസ്. അപ്പൊ ഓൻ പറഞ്ഞു ഓൻ കമ്മിറ്റഡ് ആണെന്ന്. ഞാനും കമ്മിറ്റഡ് ആണ് ഗൈസ്. നമ്മൾ ഉള്ള പോലെ പറയണം. വെറുതെ എന്തിനാ ഇല്ലാതെ ഇങ്ങനെ കമ്മിറ്റഡ് ഒന്നും അല്ല, ഞാൻ സിംഗിളാന്ന് പറഞ്ഞ എന്തിനാ നടക്കുന്നത്. നമ്മള് കമ്മിറ്റഡ് ആണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ടോ? പുതിയ വീട് വീഡിയോ ഞങ്ങള് ഇട്ടീനി, അതില് പണി നടന്നുകൊടുക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഒരു ദിവസം രണ്ടാളും ഉമ്മാനെ വീട് വൃത്തിയാക്കാൻ സഹായിക്കണം. ഉണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ, രാവിലെ എങ്ങനെ നീച്ച് ഞങ്ങൾ അന്നത്തെ ഒരു ദിവസത്തെ ഫുള്ള് പരിപാടി ഡെയിലി വ്ലോഗ് ഉണ്ട്. പക്ഷെ എന്താ ടൈമാണ് പ്രശ്നം. നമ്മൾ ചെയ്യണം. അടുത്ത, രണ്ടാളും എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ മൈജിയിലാണ് വർക്ക് ചെയ്യണത്. അതായത് നാട്ടില് നിലമ്പൂര് ചന്തക്കുന്ന് മൈജിയിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണത്. ഞങ്ങൾ രണ്ടാളും ആദ്യം ഇടയ്ക്കര മൈജിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിലമ്പൂര് പുതിയ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഞാനിപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യണത്. ഞാൻ മൈജിയിലാണ്, ഇടയ്ക്കര മൈജിയില്. പിന്നെ മൈജിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട് ഏകദേശം 1 മാസം ആവാനായി. ഇപ്പൊ ഞാൻ ഇടയ്ക്കര തന്നെ ഒരു വേറെ മൊബൈൽ ഷോപ്പ് ഉണ്ട്, ഐഡിയൽ മൊബൈല്. ഞാനിപ്പോ അവിടെ പണിയെടുക്കുകയാണ്. ഉപ്പാന്റെ ഉമ്മ ആണോ? അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കണാണ് ഇത് ഉപ്പാന്റെ ഉമ്മയാണോ ഉമ്മാന്റെ ഉമ്മയാണോ ഒക്കെ. ഡൗട്ട് ഒന്ന് മാറ്റി കൊടുത്താണ്. ഇന്റെ മകളെ 2 കുട്ടികളാണ്. ഇന്റെ മകളെ 2 കുട്ടികളാണ് ചേട്ടാൻ വല ഇരിക്കുന്നത്. 3 കുട്ടികളാണ്, 2 ആണും 1 പെണ്ണും. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഞങ്ങളെ പാപ്പാന്റെ ആരും ഈ ഒരു ഏരിയയിലോ ഈ ഒരു കുടുംബത്തിലോ ഒരു ഏരിയയിലേ അല്ല. ഇപ്പൊ ഞങ്ങള് ബംഗാളി അവിടെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് മൈസൂര്. അയാള് പോയോണ്ട് ഞങ്ങളിപ്പോ കേരളക്കാരായി. അല്ലാന്നുണ്ടെങ്കിൽ ബംഗാളി ഫസൽ ബംഗാളി മറ്റേ പാൻപരാഗതൊക്കെ ചവച്ചിന് നടന്നീന് അല്ലേ. അതുകൊണ്ട് കഴിച്ചില്ലായി. അയാള് പോയോണ്ട് എന്താ ഇവിടെ ഞങ്ങള് മലയാളിയായി, അല്ലെങ്കിൽ അവിടെ ബംഗാളിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഗൈസ്. ഞങ്ങൾക്ക് രണ്ടാളും എത്ര വരെ പഠിച്ചു? പഠിത്തത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ എന്നും ബാക്ക് കളി. കാരണം ഞാൻ +2 വരെ പഠിച്ചു, ഓനും +2 വരെ പഠിച്ചു. ഞാനും തോറ്റു, ഓനും തോറ്റു. ഞങ്ങളെ കുടുംബത്തിന് വേറെ പ്രശ്നം. ഞങ്ങളുടെ കുടുംബത്തിന് മെയിൻ പ്രത്യേകത കേട്ടോ, ആണുങ്ങളെ ആരും ഇതുവരെ +2 ജയിച്ചിട്ടില്ല. ഇനിയിപ്പോ ഞങ്ങളെ ഇമ്മാന്റെ മകന്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും ആണുങ്ങള് +2 തോറ്റി, പെണ്ണുങ്ങളെ ജയിച്ചിട്ടുണ്ടോ. ഞങ്ങളെ പാരമ്പര്യം ഞങ്ങള് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് നോക്കാം. സ്റ്റോറേജ് നോക്കട്ടെ. സ്റ്റോറേജ് ഉണ്ടോ ചെക്ക് ചെയ്താണ്. സ്റ്റോറേജ് ഉണ്ട്, കുറച്ചുകൂടി ഉണ്ട്. നിങ്ങൾക്ക് സിസ്റ്റർ ഇല്ലേ? ഞങ്ങൾക്ക് സിസ്റ്റർ സ്വന്തമായിട്ടില്ല. അതായത് എന്റെ ഉമ്മാന്റെ ഏട്ടന്റെ മക്കളുണ്ട്. അതായത് ഉമ്മമാന്റെ മകന്റെ 2 ആളുണ്ട്. 2 പെൺകുട്ടികളുണ്ട്. അപ്പം 2 പെൺകുട്ടികളുണ്ട്. അപ്പൊ ഓലെ അങ്ങനെ സിസ്റ്റേഴ്സ് അങ്ങനെ ഉണ്ട്. വകയിലില്ലേ
പെങ്ങന്മാരുണ്ട്. അടുത്ത വീടിന്റെ പണി എന്താ തീരാത്തത്? വീടിന്റെ പണി എന്താ തീരത്ത്? ഒന്നാമത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പേരെയാണ്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പേരായതുകൊണ്ട് ഓരോരോ അതായത് എന്തറിയോ 4 ലക്ഷമാണ് ഇപ്പൊ ഓരോ അവിടെ നിന്ന് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഓരോ ഘട്ടഘട്ടങ്ങളായിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മളിത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർത്ത് കഴിഞ്ഞാലാണ് ഓല അതിന്റെ എമൗണ്ട് നമുക്ക് പാസ്സാക്കിയാണ് തരിക. അപ്പൊ നമ്മളിത്തും കുറച്ച് ഫണ്ട് ഷോർട്ട് ഉണ്ട്. അപ്പൊ മാക്സിമം ഞങ്ങളെ 2 സാലറി കിട്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതാക്കണത്. അപ്പൊ അത് ഇതാക്കിയാലേ അടുത്ത പേയ്മെന്റ് കൂടി തരുള്ളൂ അടുത്ത പണിക്കുള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് ഡിലേ ആവണാണത്. അടുത്തോട്ടോ, വീഡിയോ ചെയ്യുന്ന മൊബൈൽ ഏതാണ്? യൂട്യൂബിന്റെ വീഡിയോ ചെയ്യണത് അനിയന്റെ ഫോണാണ്. ആ കാണുന്ന ഫോണാണ് 11 Pro അല്ലേ? ഐഫോണിന്റെ 11 Pro. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ 15 ആണ്. ഇത് രണ്ടും അടവിന് എടുത്താണ് കേട്ടോ. അതായത് ഞങ്ങൾക്ക് രണ്ടാക്കും പണി ഉണ്ടല്ലോ. അപ്പൊ മാസം ഒരു 1500 രൂപ കൊടുത്തിട്ട് അടക്കാമെങ്കിൽ പിന്നെ സിമ്പിൾ അല്ലേ? നമ്മളെ വീഡിയോ എടുക്കൽ നടക്കും. വീഡിയോനായിട്ട് എടുത്താണ് സാധനം. EMI ജീവിതം. പൂച്ചക്കുട്ടികൾക്ക് റൂം ഇല്ലേ? പൂച്ചക്കുട്ടികൾക്ക് റൂം പറഞ്ഞാൽ എല്ലാം പൂച്ചക്കുട്ടികളുടെ റൂമാണ്. അതായത് ഇമ്മമാന്റെ റൂം ഒഴിച്ച് ബാക്കി എല്ലാ റൂമിലും പൂച്ചക്കുട്ടികളുണ്ടാവും. ഉമ്മമാന്റെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഉമ്മമ്മ ഇറ്റാളെ ആട്ടും. അതിങ്ങോട്ട് പൂച്ചാക്ക് ആ റൂമിൽ കയറാൻ പേടിയാണ്. ബാക്കിയുള്ള എല്ലാ റൂമിലും പൂച്ചക്കുട്ടികളുണ്ട്. ഇപ്പൊ 2 റൂമാണുള്ളത് വേറെ. അതായത് ഇമ്മമാരുടെ റൂമും പിന്നെ വേറെ 2 റൂമും. ഒന്നും മാന്റിയും ഒന്നും ഓന്റെയും. ഇനിയിപ്പോ എനിക്കിപ്പോ റൂമില്ല, ഞാൻ ഇവിടെ പുറത്താണ് കിടക്കല്. അപ്പൊ പൂച്ചക്കുട്ടികൾ എന്റെ അടുത്തും ഉണ്ടാവും, ഓന്റെ അടുത്തും ഉണ്ടാവും. ഉമ്മാന്റെ അടുത്താണ് കൂടുതൽ ഉണ്ടാവല്. ഇനിയിപ്പോ പുതിയ പെരി പോയി കഴിഞ്ഞാൽ എന്തേ കാര്യം? ഉമ്മയും മമ്മി ഒരു റൂമിലാണ്. പൂച്ചക്കുട്ടികളെ എവിടെ? അങ്ങനല്ലേ? ഉമ്മയും മമ്മി ഒരു റൂമിലല്ലേ? ആയിക്കോട്ടെ, ഞാൻ വാർപ്പിന്റെ മേലെ കയറി കിടക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ താമസിക്കുന്ന വീട് ആരുടെയാ? മമ്മ പറഞ്ഞാടി. തറവാടാണ് അത്. തറവാടാണ്. ഇഞ്ചമൂടിയാണ്. 10 സെന്റ് സ്ഥലം കുന്നിന്റെ മോളാണ്. വഴിയില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ 5 സെന്റ് സ്ഥലം വാങ്ങിയത്. അതിൽ പേര പണിപ്പണി പഞ്ചായത്തിന്റെ പേര കിട്ടിയപ്പോ അവിടെ വെച്ചതാണ്. ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ആവട്ടെ പെര കയറ്റുക. ഇവിടെ പെര കയറ്റാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇങ്ങോട്ട് എന്താ അറിയോ, വണ്ടി ഒന്നും കേറില്ല. ചെറിയൊരു വജ്ജാണ്. എത്ര 2 അടിയോ 5 അടി ഈ മോൾ ഭാഗത്ത് ഈ ഭാഗത്ത് വരുമ്പോ 5 അടി ഉണ്ടാവും. കേറിന അവിടെ ആകെ 2 അടി ഉള്ളൂ. കാരണം അവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയ സ്ലാബ് മാത്രം. തറവാടാണപ്പത്. അപ്പൊ ഉമ്മമാന്റെ പെരയാണിത്. ഉമ്മമാന്റെ പെരയാണ്. ഓക്കെ. ശരിക്കും പൂച്ചകളുടെ കൂടെയാണോ നിങ്ങൾ താമസിക്കുന്നത്, അതോ നിങ്ങളുടെ കൂടെയാണോ പൂച്ച താമസിക്കുന്നത്? അതൊരു ഡൗട്ടാണ്. അത് 2 രീതിക്ക് നിങ്ങൾക്ക് പറയാം. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഞങ്ങൾക്ക് പണ്ടൊട്ടേ പൂച്ചാളെ ഇഷ്ടമാണ്. ഇമ്മമാക്കും പൂച്ചാളെ ഇഷ്ടമല്ല. ഇമ്മാക്കും പൂച്ചാളെ ഇഷ്ടമാണ്. ഞങ്ങൾക്കും പൂച്ചാളെ ഇഷ്ടമാണ്. ഞങ്ങൾ പണ്ട് സ്കൂളൊക്കെ പോയ ടൈം പൂച്ചാളെ റോട്ടിൽ കണ്ട വേഗം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നിടും. പൊറുക്കി കൊണ്ടുവന്നിടും. ആ ടീമാണ്. പിന്നെ വലുതായപ്പോഴും പൂച്ചാള് മാത്രം നല്ല എല്ലാ ജന്തുക്കളും എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങളിതുണ്ടല്ലോ, ഞങ്ങള് ഏകദേശം ഒരു 10ാം ക്ലാസ് ഒക്കെ പഠിച്ചിരുന്ന ടൈം വരെ ഇത് മൃഗശാലയാണ്. അതായത് എത്രങ്ങാനും കുട്ടികളെ ഇങ്ങോട്ട് വരിക. സത്യം ഞങ്ങൾ വളർത്താത്ത ഒരു മൃഗങ്ങളും ഉണ്ടാവില്ല. ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പരുന്തുണ്ടായിന് ഗൈസ്. പക്ഷെ അത് ചത്തു, കരണ്ട് അടിച്ച് ചത്തു. പക്ഷെ സെറ്റാണ് കേട്ടോ. പരുന്ത്, പ്രാവ്, എന്തൊക്കെ എലിനെ വളർത്തിക്കണ്. അണ്ണാൻകുട്ടി പറഞ്ഞിട്ട് എലിനെ വളർത്തിക്കണ്. എല്ലാവരുടെയും വയസ്സ് പറയുമോ? ഞങ്ങളെല്ലാരെയും വയസ്സ് അനു അവിടുന്ന് പറഞ്ഞു. എനിക്ക് 21 വയസ്സ്. മമ്മാക്ക് 66, 45, എനിക്ക് 24. ഈ മാസല്ലേ എന്റെ ബർത്ത്ഡേ? കഴിഞ്ഞ മാസം എനിക്ക് 24. അടുത്ത മാസം ജനുവരി എനിക്ക് 22 ഗൈസ്. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ, അല്ലെങ്കിൽ എന്നാ? അടുത്ത ട്രിപ്പ് നമുക്ക് പറയാനായിട്ടില്ല. നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ തന്നാലേ ഞങ്ങൾ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടല്ലേ ഞങ്ങൾ പോണത്. അതായത് ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ പ്രമോഷനായിട്ട് ഓരോന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങൾ പോണത്. അതായത് അതും എത്ര കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ പോണത്. ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. ഇത്ര നാളായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ വേറെ ഒന്നും കേട്ടോ, ഈ വരുന്ന 28, 29 ഞങ്ങൾ എന്തായാലും അത് നമ്മൾ എന്തായാലും കോഴിക്കോട് ജില്ലയില് ആനക്കമ്പോയിൽ ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആനക്കമ്പോയിൽ വെച്ചാണ്ട് ഒരു ക്യാമ്പ് ഇറക്കുന്നുണ്ട്. 2 ദിവസത്തെ പരിപാടിയാണ്, 28-നും 29-നും. അപ്പൊ അവിടെ വന്നാൽ ഞങ്ങളെ കാണാം. ഓക്കെ, 2 ദിവസത്തെ പരിപാടി ആക്കിയിടാം. ഞങ്ങൾ എല്ലാരും കൂടി ഉണ്ടാവും. നമുക്ക് എന്തായാലും അടിച്ചു കൊടുക്കാം. വരാൻ താല്പര്യമൊക്കെ എന്തായാലും അത് സെറ്റ് പരിപാടി കേട്ടോ. അവിടെ 2 ദിവസം ഉണ്ടാവും. ഞങ്ങളിപ്പോ പോയത് ആ ഒറ്റ ദിവസത്തെ റിസോർട്ടിന്റെ പരിപാടിക്കാണ്. ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിലേ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് എന്താട്ടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിൽ കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളെ നേരിട്ട് കാണാൻ പൂതിയുണ്ട്? നേരിട്ട് കാണണമെങ്കിൽ ഇമ്മയും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളെ അഡ്രസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പോത്തല് റോഡ്, ഉപ്പട, ലാസ്റ്റ് പറഞ്ഞു. പിന്നെ ഉള്ളത് ആ പരിപാടിക്ക് കാണാം കേട്ടോ.
നിങ്ങളുടെ ക്യാമറമാൻ ആരാണ്? ക്യാമറമാൻ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടല്ലോ, മറ്റേ തേങ്ങ ഒളിച്ചിന സാധനല്ലേ പാര, അതാണ് ഇപ്പൊ ക്യാമറ ഇപ്പൊ സാധനം വെച്ചിരിക്കുന്നത്. പിന്നെ ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിനി ഒരു ഇത് വാങ്ങി തരാന്ന്. കാക്കല്ല, ഒരു കുട്ടി പറഞ്ഞ, ഒരു പെൺകുട്ടി പറഞ്ഞതിന് ഒരു പെൺകുട്ടി പറഞ്ഞത് അത് ഞാനറിയില്ല. ഒരു സ്റ്റാൻഡ് വാങ്ങി തരാൻ പറഞ്ഞാണ്. സന്തോഷം. പിന്നെ അടുത്ത് നിങ്ങൾക്കൊരു കാറ് വേണം, ആദ്യം കാർ എടുക്കുക. കാർ എടുക്കണം. കാറിന്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ എന്തറിയോ, ഞങ്ങള് ജന്മനെ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ഇതുമെന്ന് തുടങ്ങിയതാണ്. കാർ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇനിയിപ്പോ കാറ് നല്ല ബസ് എന്തായിട്ടാണെന്നുണ്ടെങ്കിലും ചുറ്റിനും കൂടിക്കണ എന്തായിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ഓപ്പൺ ആണോ, അതായത് എന്ത് വല്ല മിനി ജീപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ കാണും. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ല. തല പുറത്ത് കിട്ടക്കണം. ഛർദിച്ചാണ് ചെയ്യലാവും. അങ്ങനെ ഉണ്ടാവുള്ളൂ. നോക്കണം ഇൻഷാല്ലാ. കഴിയട്ടെ. കാറൊക്കെ വാങ്ങണമെന്നൊക്കെ ഉണ്ട്. നിമ്മക്ക് ഓടിച്ചാണെന്ന് പൂതിയൊക്കെ ഉണ്ട്. ആ ബാക്കിൽ കാണുന്നുണ്ട്, ബാക്കിൽ കമന്റിൽ ബാക്കിലേക്ക് അതൊക്കെ അടവിനെടുത്താണ്. നമ്മള് ചെറിയ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും. ഇന്റെ ഈ ഒരു പ്രായം ഒറ്റ വട്ടമുള്ളൂ. ഇനി ഈ പ്രായം നമുക്ക് തിരിച്ചു കിട്ടില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബൈക്ക് വാങ്ങണമെന്ന്. ആ ബൈക്ക് നമ്മൾ വാങ്ങി. അത് അടവിനായാലും റെഡീസ് എങ്ങനെ ആയാലും അത് വാങ്ങി. അത്രേ ഉള്ളൂ. ഇനി വേറെ ഉണ്ടാവില്ല. ഹാപ്പിയായി അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതാണ് നമ്മളെ അടുത്തത്. നിങ്ങളുടെ എന്താണ്? ഞങ്ങളുടെ വീട്ടുപേര് അറിയുമ്പോ കോമഡിയാണ് ഗൈസ്. രണ്ട് വീട്ടുപേരുണ്ട്. അതായത് ഒന്ന് ഇമ്മമാന്റെ വീട്ടുപേരും ഉണ്ട്, ഞങ്ങളെ വീട്ടുപേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടാവും. കാരണം ഇമ്മമാന്റെ റേഷൻ കാർഡ് മാറിപ്പോയി, അങ്ങനെ മാറിപ്പോയതെന്നല്ല. അതായത് ഞങ്ങളെ ഇപ്പപ്പാന്റെ വീട്ടുപേരുണ്ട്, ഞങ്ങളെ ഇമ്മമാന്റെ വീട്ടുപേരുണ്ട്. ഇപ്പപ്പാന്റെ വീട്ടുപേര് പറയുന്നത് പുത്തമ്പൊരിക്കലാണ്. പുത്തമ്പൊരിക്കൽ നിങ്ങൾ കേട്ടാണ്, പല സിനിമയിലും ഉണ്ട് പുത്തമ്പൊരിക്കൽ എന്നുള്ള പേര്. ഞങ്ങളത് അറിയുന്നത് മുതിരപ്പറമ്പിലാണ്. പേരെങ്ങനെയോ ഇന്റത് മുതിരപ്പറമ്പിൽ. കോമഡി അതാണ്. ഇന്റെ ഉൽപ്പം പുത്തമ്പൊരിക്കൽ, ഓന്റെ ഉൽപ്പം മുതിരപ്പറമ്പിൽ. സംഭവം എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. PTA മീറ്റിങ്ങിന് രണ്ടാളോടും ചെല്ലാൻ പറയും. ഒരു PTA മീറ്റിങ്ങിന് ഇമ്മ വരും, ഒരു PTA മീറ്റിങ്ങിന് ഇമ്മമ്മ വരും. എന്നിട്ട് അവിടെ എത്തുമ്പോ പറയും ഉൽപ്പം എന്താ ചോദിച്ചുമ്പോ ഇമ്മമ്മ പറയും പുത്തമ്പുരക്കൽ. ഇമ്മാനോട് ചോദിച്ചുമ്പോ ഇമ്മാനോട് ചോദിച്ചുമ്പോ ഇമ്മ പറയും മുതിരപ്പറമ്പില്, ഇമ്മ പറയും പുത്തമ്പുരക്കല്. അപ്പൊ എന്താ രണ്ടാളെ വീട്ടുപേര് ഒരു ബന്ധമല്ല, സാമ്യത്തിലും ബന്ധമല്ല, അഡ്രസ്സിലും ബന്ധമല്ല. അടുത്ത് വീഡിയോ എടുക്കാൻ എല്ലാരും സപ്പോർട്ടാണോ? വീഡിയോ എടുക്കുന്നതിന്റെ കാര്യം പൊന്നോ. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്. എങ്ങനെയും ആച്ചു നോക്കിയൊരു വീഡിയോ സെറ്റാക്കി വരുമ്പത്തിന് ഇത് ഒരു മൂലക്കൊക്കെ തെറ്റിപ്പോ, ഇതൊരു വേറെ മൂലമുക്ക് തെറ്റിപ്പോ. എന്തേലും ഒരു ചെറിയൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഡയലോഗ് ഒന്ന് നേരെ പറയുമ്പോ ഞാൻ പോവാണ് നിങ്ങൾ എത്ര പറഞ്ഞാലും ശരിയാവില്ല, എഡിറ്റിങ്ങനെ ശരിയായിക്കോ. നമ്മളെന്തിട്ട് എഡിറ്റ് ചെയ്യാനാ? രണ്ടാളും രണ്ട് വാദവും. പിന്നെ കജ്ജും കാലും പിടിച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിച്ചിട്ടാണ് കൊണ്ടുവരുന്ന രണ്ടെണ്ണത്തിന്. അതേ നടക്കുള്ളൂ. ഇതിന് കാണുമ്പോണ്ടല്ലോ നിങ്ങൾ എഴുതുന്നുണ്ടാവും, എന്താ എന്ത് ഫാമിലി. ഇന്റെ പൊന്നോ, ഈ വീഡിയോ എടുക്കാൻ പറ്റുന്ന പാട് ആ മുന്നനോട് ചോദിച്ചാൽ മനസ്സിലാവും. അതല്ല, ഒരു ഷോട്ട് എടുക്കാൻ നിൽക്കുന്ന ടൈം 1 മണിക്കൂറൊക്കെയാണ്. ഞാൻ പറഞ്ഞുതരാം. പിന്നെയും ഇമ്മമ്മ കുഴപ്പമില്ല കേട്ടോ. ഇമ്മമ്മ പിന്നെയും ഓക്കെ, അതായത് ഡയലോഗ് കറക്റ്റ് പറയും. ഇമ്മ പടച്ചറബേ ഒരു ഡയലോഗ് ശരിയാക്കൂല, 100 ഷോട്ട് എടുക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ചിരിച്ച, അതായത് ഒരു കരയുന്ന സീനാണ്, കരഞ്ഞ് ചിരിച്ച. ഇതാണ് അവിടെ അഭിനയം. ഒരു ഡയലോഗ്, ഒരു സീരിയസ് ഡയലോഗ് പറയുമ്പോ അവിടെ കടന്നാല് ചിരിച്ച, അതായത് ചിരിച്ചിട്ട് വർത്താനം പറയും. അത് മട ഒരു പുഞ്ചിരുണ്ട് എപ്പോഴും. അതാണത്. കണ്ടോ മൂഞ്ചി മോക്ക് നോക്കി, കണ്ടോ? ഇതാണ് എപ്പോഴും. എന്താ മെസ്സേജ് അയച്ചിട്ട് ആർക്കും റിപ്ലൈ കൊടുക്കാത്തെ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജ് നമ്മൾ നോക്കണം, യൂട്യൂബിന്റെ മെസ്സേജ് നോക്കണം. പിന്നെ ഇമ്മ എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇമ്മ എന്താ പറയാ, അമ്മ എല്ലാത്തിനും ലൈക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ മെസ്സേജ് നോക്കാനുള്ള ടൈം ഒന്നുമില്ല. പിന്നെ തന്നെ ഇന്ന് എഴുതിയെടുത്ത ഇതാണ്. ഇനിയിപ്പോ ഇത് തന്നെ എത്രയോ കുറച്ച് ഞങ്ങൾ വിട്ട് കാണും. നമ്മളെ കൊണ്ട് പറ്റണേ നമ്മൾ മാക്സിമം എടുത്ത് ഇതാക്കി. ടൈമില്ലാത്ത മെയിൻ പ്രശ്നമാണ്. എന്തേലും പറയണ്ടോ? എന്തേലും പറയണ്ടോ അവരോട്? എന്തേലും പറയണ്ടേ പറഞ്ഞോ. ഇനിയിപ്പോ പറയാല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇവലിപ്പോ നിക്കണേന്നെ ഉണ്ടല്ലോ, എന്താണ് നമുക്ക് ഇതിന്ന് എന്തേലും രക്ഷപ്പെടാം. ഞങ്ങൾ ഉമ്മാനോട് മാമനെ പറയും, ഉമ്മ എന്തേലൊക്കെ ചെയ്യാൻ നോക്കി രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് നിക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത് ദേഹിക്കാരം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി. അപ്പൊ ഗൈസ് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ എന്താണെന്ന് അറിയില്ല, അത് വരുന്ന ഞാൻ പറഞ്ഞുതരാം. മറ്റേ അവിടുത്തെ വീഡിയോ, അപ്പൊ അവിടുത്തെ ക്യാമ്പിങ്ങിന്റെ വീഡിയോ 28 അപ്പൊ അത് മറക്കണ്ട ഗൈസ് എല്ലാരും.
അപ്പൊ എല്ലാരും നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബൈ